എല്ലാവർക്കും കൂടെ ഉള്ള കേട്ടാ. ഇതാ മേടിക്ക് അയ്യോ അയ്യോ മേടിക്ക് മേടിക്ക്. ഞങ്ങള് വിളക്കെത്തിയ തറവാട്ടിക്ക് പോയപ്പോ അതൊക്കെ കൂടി വിറ്റിങ്ങാണ്ട് സാധനമൊക്കെ കൊറേ സാധനം. അത്ര നല്ല കുട്ടി. അല്ല നിന്റെ പേര് പറയും? എന്റെ പേര് ശ്രീഷ്ണ. എന്റെ പേര് ആദ്യ. കൃഷ്ണേന്ദു സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു. നിങ്ങൾ കൊടുത്താ? ആര് എന്ത് സാധനം മേടിച്ചു? ഓ വീട്ടിക്ക് സാധനം ആവശ്യമുള്ള സാധനങ്ങൾ. പൈസക്കോ എന്തൊക്കെ മേടിച്ചു കൊടുത്തു? സോപ്പ്, സാബൂന്, അങ്ങനത്തെ സർഫും പൊടി അങ്ങനത്തെ. ഒരു ദിവസത്തെ കച്ചവടം കൊണ്ട് ഞാൻ ഈ വർഷം വീഡിയോ ചെയ്തതിൽ ഇങ്ങനെ കുട്ടികൾ ആദ്യമായിട്ടാണ്. പിന്നെ അന്ന് അപ്പൊ എന്താ തോന്നിയത് അങ്ങനെ മേടിച്ചു കൊടുത്തപ്പോ? നിങ്ങൾക്ക് എന്താണ് സന്തോഷം? എന്തുകൊണ്ടാ സന്തോഷം? ഒരു നല്ലത് ചെയ്യുന്നത് ഇതായോണ്ട് ആണല്ലേ. പിന്നെ ഈ ലാഭം ബാക്കി ലാഭങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കണം? നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഒക്കെ വിട്ടേക്ക? അയ്യോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കുട്ടികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഗ്രേറ്റ്. എന്താവാനാ ഇയാൾക്ക് ഇഷ്ടം ഭാവിയിൽ പഠിച്ചിട്ട്? ഡോക്ടർ ആവണം, ടീച്ചർ, പോലീസ് അല്ലേ? മൂന്നാൾക്ക് 3 ആഗ്രഹമുള്ള. പക്ഷെ ബാക്കിയുള്ളവരും കിട്ടേണ്ടത് ശരിക്ക് അമ്മമാരാണ് അല്ലേ? ഏതമ്മമ്മ? സന്തോഷം. നല്ല മിടുക്കറാട്ടാ. ഇന്നലെ തുടങ്ങിയിരിക്കണേ ആണല്ലേ? ഞങ്ങളെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നു വെച്ചപ്പോ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും വേണ്ട ജീവിക്കുക. അടിപൊളി അടിപൊളി. പക്ഷെ വീട്ടിൽ എന്തൊക്കെ സാധനം മേടിച്ചെന്ന് പറഞ്ഞ്? ഇന്നലെ എന്തൊക്കെ മേടിച്ചു? ഇന്നലെ സോപ്പും പൊടിയും പിന്നെന്താ സർപ്പോ എന്താണല്ലേ പൈസക്ക്. ആണല്ലേ? നല്ല കുട്ടികളാണല്ലോ. ഞങ്ങള് വിളക്കെത്തിയ തറവാട്ടിക്ക് പോയപ്പോ അതൊക്കെ കൂടി വിറ്റിങ്ങാണ്ട് സാധനമൊക്കെ കൊറേ സാധനം. അത്ര നല്ല കുട്ടികൾ ഈ വർഷം ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. നല്ല കുട്ടികളാട്ടാ, മക്കളും എടുക്കരാ. താങ്ക് യു. എന്താ പറഞ്ഞേ? നിങ്ങൾ പൈസ ഒന്നും വാങ്ങണ്ട, കൊടുക്കുക. അയ്യോ ഇവരൊരു മാതൃകാ ഫാമിലിയാണ് ഇവര്. ഫ്രീ തണ്ടിയിലും വിരോധമുണ്ടോ? പിന്നെ എന്നെ ഞെട്ടിച്ചു. ബാക്കി 3 ആളും കൂടെ കിട്ടേണ്ടിയിരുന്നോ? സന്തോഷം. അപ്പോൾ ഇനി നിങ്ങൾ ഇതൊക്കെ പൈസ ഉണ്ടാക്കിയൊക്കെ വീട്ടിൽ തന്നെയാണല്ലേ? നിങ്ങളെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ മൊബൈൽ കളിച്ച് ഇങ്ങനെ ബാക്ക് പെയിന്, കണ്ണിന് കാഴ്ച പോവാം, ഒരു മന്ദബുദ്ധികളാ. മൊബൈൽ ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളെത്തി. ഹായ്. എന്ത് ശരിക്കറിയാ? സത്യ? ഞാൻ വീഡിയോ കാണലുണ്ട്. നിന്റെ പേര് അനുപാല ഉഷാറാ. ഇത് സ്മാർട്ട് ഗായ്സ് എന്നറിയില്ല. എന്താവാൻ ഇഷ്ടം? എഞ്ചിനീയർ. ആരത്? പിന്നെന്താ ആകെ ചേഞ്ച് ആയിക്കണല്ലോ. എവിടുന്ന് വരണേ? ആണോ? എങ്ങനെ നമ്മള് പശുക്കളും കൃഷിയൊക്കെ ഫേമസ് ആളല്ലേ ഇവനല്ലേ? പിന്നെ ബിൻഷാദിനെ അറിയാത്തുള്ള കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉഷാറ. എങ്ങനെ ഈ കുട്ടികളെ കുറിച്ച് എന്താ അഭിപ്രായം? കുട്ടികൾ നല്ല സംരംഭം തന്നെയാണ്. അങ്ങനെ തന്നെ ഇപ്പൊ തന്നെ അങ്ങനെ തുടങ്ങുമ്പോ വല്ലാമ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ അങ്ങനെ തുടങ്ങല്ലേ? ഓർക്കും ഒരിതായി പഠിപ്പിന്റെ ഒപ്പം ചെറിയൊരു സമ്പാദ്യമൊക്കെ ഉണ്ടാവും. ലേണിംഗ് ആൻഡ് ഏണിംഗ് എന്നാണ് വേണ്ടത്. ലേണിംഗ് ആൻഡ് ഏണിംഗ്. പഠിക്കും ചെയ്യണം, പൈസ ഉണ്ടാക്കുകയും ചെയ്യണം. എനിക്ക് ഫ്രീ തരാറുണ്ട്. ഒന്ന് തരി. ഓക്കെ. അതെന്തെങ്ങനെ ഈ മൈൻഡ് ഫ്രീ കൊടുക്കേണ്ട തടസ്സമില്ല? എന്തുകൊണ്ടാ? ആര് പഠിപ്പിച്ചാണ് ഇതൊക്കെ? നിങ്ങളാ ഫാമിലി ഒരു ക്വാളിറ്റി ഫാമിലി. ഏതാ സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കിയത്? മുണ്ടിയാന്തറ പറഞ്ഞു കഴിഞ്ഞാല് കോഴിച്ചണെന്ന് പള്ളിപ്പടി ഒന്ന് ഫ്രീ ആയിട്ട് തന്നു. എന്നാലും ഏതെങ്കിലും ഒന്ന് നിങ്ങളെ വക. ഇത്ര ചെറുപ്പത്തിലെ തന്നെ വീട്ടുകാരോ ചിന്തിക്കുന്ന മക്കൾ വളരെ കുറവാണ്. ജോലി ചെയ്യുന്ന ന്യൂജൻ ഒരുപാടുണ്ടെങ്കിലും അതൊക്കെ അവനവന് പാൻസ്, ഷർട്ട്, ഷൂസ്, കോസ്മെറ്റിക്സ് ഒക്കെ മേടിക്കാനാ പൈസ ഉപയോഗിക്കുക. പക്ഷെ ഇവർ നേരെ തിരിച്ചാണ്. അപ്പം ചെറിയൊരു സമ്മാനം ഞാൻ തരാം. മേടിക്കോ? മേടിക്കൂല? അതാ പിന്നെ ആളെത്തി. വരി. ഹായ്. എന്തൊക്കെയാ പേര് പറയും? ആരാധ്യ. പേര് പറയും? വല്ല ടീമങ്ങള്? നിങ്ങളുടെ ടീം എങ്ങനെ? കച്ചറ ഉണ്ടാവോ തീരുമാനം എടുക്കുന്നില്ല? ഇപ്പായിക്കായില്ലേ? കച്ചവടത്തിന് ലാഭം ഇനി എല്ലാവരും വീട്ടിൽ തന്നെയാണ്. ഓക്കെ. നിനക്കെന്താ ഇഷ്ടം ഭാവിയിൽ പഠിച്ചിട്ട്? എനിക്ക് സോൾജിയർ. നമ്മുടെ ഈ നാട്ടിൽ നിന്നും ഒരു ഇന്ത്യ സൈന്യത്തെ കാക്കുന്ന ഒരു മിടുക്കി മോള് വരും. ഇയാൾക്ക് വക്കീൽ. എന്താ എല്ലാ ഹായ്
പ്രൊഫഷനൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഏതായാലും എൻ്റെ വക പേർക്ക് സമ്മാനം കേട്ടാ. നിങ്ങൾ ഇത്രയും ചെറിയ സമ്മാനം എന്ത് ഇതെല്ലാവർക്കും കൂടെ ഉള്ള കേട്ടാ. അതാ മേടിക്ക് അയ്യോ അയ്യോ മേടിക്ക് മേടിക്ക്. ആദ്യമായിട്ട് ഇത്രയും കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ വക ഞാൻ സമ്മാനം തന്നു, വെച്ചോളി. ഓക്കെ അയ്യോ കേട്ടാ. നിങ്ങളെ മിടുക്ക് സ്മാർട്ട്നെസ്സിനാണിത് കേട്ടാ. വേറെ ശരി പോട്ടെ. ഈ പൈസ എന്താട്ടാ സാധനം അല്ല, ഈ പൈസ നിങ്ങൾക്ക് എടുക്കാം അല്ലേ. ഈ പൈസ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വീട്ടിൽ കൊടുക്കണ്ട. ഇത് നിങ്ങളെല്ലാവരും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. 6 പേര് ഡിവൈഡ് ചെയ്തൂളേ, അത് വീട്ടിൽ കൊടുക്കണ്ട. നിങ്ങളെ തൊണ്ടില്ലേ മറ്റേ കുറ്റി, അതിലിടാ കേട്ടാ. ഭയങ്കര വൈബ്രന്റ് ടീം കേട്ടോ. ഒരേ വൈബുള്ള ടീം എന്നൊക്കെ പറയില്ലേ.